ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ 3 മാസം, ഇനി 3 മാസമേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ വർഷം അവസാനിക്കാൻ. ആ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അത് സംഭവിക്കുന്നതിലൂടെ ഈ വർഷം നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചോ അതിലെല്ലാം ഒരു പരിഹാരം ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം റീഡിങ്ങിലൂടെ. ഫസ്റ്റ് മെസ്സേജ് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചേഴ്സിനെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചലഞ്ചേഴ്സ് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ എല്ലാ സംഘർഷങ്ങളും എല്ലാ വിഷമങ്ങളും അവസാനിക്കണമെന്നാണ്. എപ്പോഴും നിങ്ങൾക്ക് സംഘർഷങ്ങളല്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്ക് സംഘർഷവും ഇടയ്ക്ക് നല്ലത് സംഭവിക്കുന്നു, ഇടയ്ക്ക് വീണ്ടും സംഘർഷം വീണ്ടും നല്ലത് സംഭവിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സൈക്കിള് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും ലൈഫിൽ ചില കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിച്ചു, പക്ഷേ ചില കാര്യങ്ങൾ വളരെ മോശമായിട്ട് സംഭവിച്ചു. ഇവിടെ വരാൻ പോകുന്ന ആ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലിനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങളുടെ കരിയറിൽ ഒരു സരളത, അല്ലാതെ ഒരു എളുപ്പം നിങ്ങൾക്ക് തോന്നും കരിയറിൽ. അതായത് മുന്നത്തെ പോലെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് കരിയറിൽ. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരത്തില്ല. ഈ ഒരു 3 മാസത്തിനുള്ളിൽ അങ്ങനൊരു ചേഞ്ച് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് വളരെ എളുപ്പമായിട്ട് കരിയർ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ. കൂടാതെ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണ് എങ്കിൽ ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു 3 മാസത്തിനുള്ളിൽ. അതായത് നിങ്ങൾ ശ്രമിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, 100% ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ജോലി ഇല്ലാത്തവർക്ക് ജോലി, ജോലി ചെയ്യുന്നവർക്ക് ജോലി എളുപ്പമാകുന്നതായിട്ട്, ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കഠിനാധ്വാനവും ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, എളുപ്പമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു കാര്യത്തിന് നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതായത് നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതായിട്ട്. ഇനി ദൈവമാണ് തീരുമാനിക്കേണ്ടത് ലൈഫിൽ ന്യായം സംഭവിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ സമർപ്പിച്ചൊക്കെയാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ വിഷമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ദൈവത്തിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ആ ഒരു സംഘർഷം അത് അവസാനിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വിഷമം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും സംഘർഷങ്ങളും എല്ലാം അൺഎക്സ്പെക്റ്റഡായിട്ട് അവസാനിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇവിടെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലാണ് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് വന്നതുപോലെ ഇത് തിരികെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്കറിയാം 2020 തൊട്ട് 2025 വരെ ഒത്തിരി സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിച്ചതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന്. ഒറ്റപ്പെട്ടു പോയ അവസ്ഥ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും മോശം വാക്കുകൾ കേട്ട് വിഷമിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നിങ്ങളെ മോശം വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോയി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ റിയാലിറ്റി മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ ഫൈറ്റ് ചെയ്യണമെന്ന്. ചില ആൾക്കാരുടെ സ്വാർത്ഥത നിങ്ങൾക്ക് മനസ്സിലായി. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ സ്വാർത്ഥരായി മാറി. അപ്പോൾ അതും പല ആൾക്കാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തകൾക്ക് അപ്പുറമാണ്. കുറേ കാര്യങ്ങൾ പരിവർത്തനമുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അപ്പോൾ അനുഭവിച്ച അതിൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന്. കാരണം അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്തു. കൂടാതെ നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിലും നിങ്ങൾ തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തു പ്രശ്നങ്ങളെ. അപ്പോൾ വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയൊരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു പരിവർത്തനം നടക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും. അതെ, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പരിവർത്തനം ദൈവം ചെയ്തത് എന്ന്.
നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനവും എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇനി നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന സമയം 939993 ഈ ഒരു നമ്പർക്കുള്ളായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ന്. അതായത് ന്യൂട്രലായിട്ടാണോ പോകുന്നത്, അത് എല്ലാ സംഘർഷങ്ങളും അവസാനിച്ച അവസ്ഥയാണോ, ഇല്ല എങ്കിൽ സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയാണോ എന്ന് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കുക ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം. ഇവിടെ ചില ആൾക്കാർ എന്തോ ഒരു ഭ്രമത്തിലാണ്. അതായത് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പുറത്ത് വരണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല, എങ്ങനെ ആരോട് സഹായം ചോദിക്കും, എങ്ങനെ ഒന്നും അറിയാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭ്രമം അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന ആ ഒരു 3 മാസത്തിനുള്ളിൽ. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും, എങ്ങോട്ട് പോകണം, എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരണമെന്ന്. അതായത് ചില ആൾക്കാരുടെ വലയിലകപ്പെട്ട ഒരു ആളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും വരാൻ പോകുന്ന സമയം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്ന്. ഇവിടെ അതിനു വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കണം ദൈവം. അങ്ങനെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിവർത്തനത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ ഭ്രമമുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ അവസ്ഥയിൽ, അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ദൈവം സ്ട്രോങ് ആക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വലിയൊരു ന്യായം കാണാൻ സാധിക്കുന്നത്. അതായത് അതുവരെയും നിങ്ങൾക്ക് ലഭിക്കാത്ത ആ ഒരു ന്യായം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഇരുന്ന് ഈ ഒരു പരിവർത്തനത്തെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഈ ഒരു കാര്യം പറയുന്നത്. ഇവിടെ ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു റീഡിങ് നിങ്ങളുടേതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റീഡിങ് നിങ്ങളുടേത് തന്നെയാണ്. ഫസ്റ്റ് ഈശോനിലും പിന്നെ നിങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രം നടക്കുന്നതാണ്. ഇവിടെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എൻ്റെ ലൈഫ് എന്ത് എളുപ്പമായിരിക്കുന്നു, എന്ത് നല്ലതായിരിക്കുന്നു, മുന്നേ ഞാൻ എന്തുമാത്രം സംഘർഷങ്ങൾ അനുഭവിച്ചു, ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ത് മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും ഈ ഒരു കാര്യത്തിൽ. ഒരു ചാപ്റ്റർ തന്നെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ. അതായത് മുന്നത്തെ ചാപ്റ്റർ പോലെയല്ല ഇപ്പോഴത്തെ ചാപ്റ്റർ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് എനർജി പോയതായിട്ട്, ഇല്ലായെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അന്ധകാരം മാറി പ്രകാശം വന്നതായിട്ട്, ഇല്ലായെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വന്നതായിട്ട്, ഡിവൈൻ ടൈം വന്നതായിട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തോന്നും. അതായത് അത്രമാത്രം ലൈഫിൽ പരിവർത്തനം ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ലൈഫ് ഒരു സ്മൂത്ത് ആവുമെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, രാവിലെ എണീച്ചാൽ നിങ്ങൾക്ക് ഒരു സംഘർഷം നിറഞ്ഞ ദിവസമായിരിക്കത്തില്ല. അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഒരു സംഘർഷം, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഒരു സംഘർഷം, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. മുന്നേക്ക് നിങ്ങൾക്ക് ഭാഗ്യത്തിൽ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ വിശ്വസിക്കും. അത് എൻ്റെ ഭാഗ്യം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ ഇങ്ങനൊരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഈ ഒരു ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. ഒരു സ്ഥിതിയും, എന്ത് സിറ്റുവേഷൻ മോശമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. കാരണം അത്രമാത്രം കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു എനർജി ചേഞ്ച് ആവും. അതായത് എനിക്ക് ഒരു സാഹചര്യത്തെയും പേടിയില്ല, ഒരു മോശം സാഹചര്യം എൻ്റെ മുമ്പിൽ ഒന്നും തന്നെ എന്നെ ചെയ്യത്തില്ല, ഒരു മോശം വ്യക്തി വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഞാൻ അത്രമാത്രം കോൺഫിഡൻസ് ആണ് എന്നുള്ള ആ ഒരു എനർജിയിലുള്ള ആ ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാകും. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ മോശമായാലും ഡിഫിക്കൽട്ടായാലും നിങ്ങൾ പറയും, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, എനിക്ക് എളുപ്പമാണിത് എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇനി തലയിൽ ഭാരവും കൊണ്ട് നടക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം വരും. ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾ ജീവിക്കും, ഒരു ഭാരവും കൂടാതെ. മുന്നേക്ക് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴുത്ത് ഒടിഞ്ഞ് തൂങ്ങി, നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ എന്തോ ഒരു ഭാരമുള്ളത് പോലെ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അതായത് നിങ്ങളുടെ കഴുത്തിൻ്റെ മുകളിൽ ഒരു ഭാരവുമില്ല. നിങ്ങളുടെ തല ഇനി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഒരു 30-20 ദിവസത്തിനുള്ളിൽ ഈ ഒരു പരിവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലുള്ള ആ ഒരു പരിവർത്തനം. നിങ്ങൾ ഇനി ഒടിഞ്ഞു തൂങ്ങി ഇരിക്കത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഇത് നിങ്ങൾ ചേഞ്ച് ആക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആകും. നിങ്ങളുടെ ഇരിക്കുന്ന രീതി, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആ ഒരു പല കാര്യങ്ങളും, കഴിക്കുന്ന ആഹാരത്തിൽ പോലും ചേഞ്ചസ് വരും നിങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്ക് ഫേവർ ആകുമ്പോഴാണ്. ചില കാര്യങ്ങൾ സമയം നേരെയാക്കുന്നു, ചില കാര്യങ്ങൾ പ്രകൃതി തന്നെ നേരെയാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വിശ്വസിക്കുക. ഈ വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് വരും. ഇവിടെ ഞാൻ പറയുന്നതിനും കാട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ആകാൻ പോകുന്നത്. നിങ്ങൾ തന്നെ അത് അനുഭവിച്ചറിയാൻ പോകുകയാണ് വരാൻ പോകുന്ന സമയം. ജസ്റ്റ് നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കും, അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരും. ആ ഒരു കഴിവ്, ആ ഒരു ഐഡിയ അത് പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു കഴിവ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കും ഈ വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗോ വിത്ത് ഫ്ലോ. ആ ഒരു എനർജിയിൽ പോവുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാനുള്ള പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ അടുത്ത് വരും. ഇല്ലായെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തോന്നും. ഇല്ലായെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും ഈ 3 മാസത്തിനുള്ളിൽ എത്തുന്നതാണ്. ഇവിടെ 99 നമ്പർ നിങ്ങൾ കാണുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയാണ് 99 നമ്പർ കാണാൻ സാധിക്കുന്നത്. ഇനി 11 നമ്പർ കാണാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെ നമ്പർ 1 ആക്കാൻ. അതായത് എവിടെ നിന്നാണോ നിങ്ങൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇനി 1 നമ്പറിലേക്ക് നിങ്ങൾ പോകാൻ പോകുകയാണ്. അതിനു വേണ്ടിയാണ് ആ ഒരു 11 നമ്പർ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഒരു വ്യക്തി ഭയങ്കരമായിട്ട് 11 നമ്പർ അടിക്കടി കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. 0യിൽ നിന്ന് ഫസ്റ്റ് നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് 11 നമ്പർ. ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി കരയുന്നത് കണ്ടു. ഇനി ഒരു സമയം നിങ്ങളെ സന്തോഷിച്ച് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് 111 നമ്പർ കാണുന്നതിൻ്റെ കൂടെ തന്നെ ക്രൗൺ കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ ആരെങ്കിലും ക്രൗൺ ആരെങ്കിലും ധരിപ്പിക്കുന്നതായിട്ട് ആ ഒരു എനർജി കാണുക. ഇല്ലെങ്കിൽ 7 ഓഴ്സിൻ്റെ, അതായത് 7 കുതിരകൾ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ ഇമേജ് കാണുക. അതെല്ലാം നല്ല ഒരു സൂചനയാണ്. ഇല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് തോന്നും എനിക്ക് ഇങ്ങനെയുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വാൾപേപ്പറായിട്ട് ഇടാൻ തോന്നുന്നു, അത് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് 7 ഹോഴ്സ് ഇങ്ങനെ നടന്നു വരുന്ന പിക്ചേഴ്സ് എടുത്ത് വാൾപേപ്പറായിട്ട് ഇടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത്രയും ദിവസവും നിങ്ങൾ കഴിച്ച ആ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് വർക്കാവുന്നില്ല, നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട്, അത് എഫക്റ്റ് ആവുന്നില്ല ആ ഒരു ടാബ്ലറ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു ടാബ്ലറ്റ് എഫക്റ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറേ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്. കാല് സംബന്ധമായിട്ടുള്ള വേദന, ഇല്ലെങ്കിൽ നടുവേദന, ഇല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തലവേദന, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്. അപ്പോൾ അവർ അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ആ ഒരു മരുന്ന് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു പനി വന്നാലും ജലദോഷം വന്നാലും ചില സമയം നമുക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ 2 മാസം കഴിയുമ്പോൾ ഈ ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ ആ ഒരു മരുന്ന് നമുക്ക് എഫക്റ്റ് ആകുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രാഹുവിൻ്റെ സ്ഥിതി മോശമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ചില നമ്മൾ ഇട്ടയ്ക്കുന്ന രക്ഷയായാലും മെറ്റലിലുള്ള ആ ഒരു വളകളുണ്ടല്ലോ, ഓരോ മെറ്റലിലുള്ള, അതായത് വെള്ള കല്ല് വെച്ച വള, അങ്ങനെയൊക്കെ ഓരോ കല്ല് വെച്ച വളകളും ചില നവരത്ന മോതിരങ്ങൾ, അതൊക്കെ നമ്മൾ ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രഭാവം കാരണം നമുക്ക് അസുഖം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേഹത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇതിട്ടിട്ടുണ്ടെങ്കിൽ അത് ഊരി വച്ചതിന് ശേഷം പോവുക. എന്നിട്ട് അത് ബ്ലഡ് എല്ലാം കൊടുത്ത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ധരിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കളറും ബ്ലൂ കളറും അവോയ്ഡ് ചെയ്യുക. ഈ ഒരു കളർ വസ്ത്രങ്ങൾ ധരിക്കുന്ന അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കിഴക്ക് തെക്ക് ദിശയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആലം അല്ലെങ്കിൽ ചീനക്കാരം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ ആലോ എന്നായിരിക്കും പേര്. ഹിന്ദിയിൽ ഫിട്കരി എന്ന് പറയും. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ആ ഒരു മൂലയില്ലേ, കിഴക്ക് തെക്ക് മൂല, ആ മൂലയിൽ വച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിനെ ഫ്ലഷ് ചെയ്ത് കളയുക. ഇങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അസുഖം ഒന്ന് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിൻ്റെ അകത്ത് വസ്ത്രങ്ങൾ വലിച്ചു വാരിയിടാൻ പാടില്ല. അതും നെഗറ്റിവിറ്റിക്ക് തുല്യമാണ്. അപ്പോൾ നല്ല അടുക്കി വയ്ക്കണം വസ്ത്രങ്ങൾ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. വീടെപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇനി വീട്ടിൻ്റെ സീലിങ്ങിൽ എന്തെങ്കിലും പൊട്ടലുകൾ, വിള്ളലുകൾ, പെയിൻ്റ് ഇളകി അല്ലെങ്കിൽ സിമൻ്റ് ഇളകി വന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ശരിയാക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ. ആവശ്യമില്ലാതെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ആവശ്യമില്ലാതെ ആശുപത്രിയിലും അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തും കൊണ്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ കേടാകുന്നു, അതിന് ശരിയാക്കാൻ വേണ്ടി പൈസ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കൂ. അതായത് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ല നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ എങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ വീട് സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയം, അതിൽ ഒരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ. അതായത് ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ഒരു വർഷം തീരാറായപ്പോൾ എനിക്കെല്ലാം കിട്ടുന്നല്ലോ ദൈവമേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും. ഇവിടെ നിങ്ങൾ വളരെ ശാന്ത സ്വഭാവത്തിലുള്ള ആളായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. ഇവിടെ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളോട് മോശമാണ് ചെയ്യുന്നത്, എന്നിട്ട് പോലും നിങ്ങൾ അവരോട് മെച്യൂരിറ്റി ആയിട്ടാണ് പെരുമാറുന്നത്. മുന്നേ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒട്ടും തന്നെ നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു, ഒരു ഡിസ്റ്റൻസ് വച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ശത്രുക്കളോടായാലും നിങ്ങൾ വളരെ മെച്യൂറായിട്ട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾക്ക് നേരെ ഓരോ അമ്പുകൾ എയ്യാണ്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുക? റിയാക്ഷൻ ചെയ്യത്തില്ല. മുന്നേ നിങ്ങൾ റിയാക്റ്റ് ചെയ്യുമായിരുന്നു, ഇനി നിങ്ങൾ റിയാക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു മെച്യൂറായിട്ടുള്ളൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരും ഈ 3 മാസത്തിനുള്ളിൽ. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അതായത് ഒരു യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെട്ടു, ഒരു വ്യക്തി ഓപ്പോസിറ്റ് വരികയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ആ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാകും അനുഭവം. അതായത് ആ വ്യക്തിയെ നിങ്ങൾക്കും അറിയത്തില്ല, ആ വ്യക്തിക്ക് നിങ്ങളെ അറിയത്തില്ല, പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ചിരിക്കാനൊരു മനോഭാവം ഉണ്ടാകുന്നു. അങ്ങനെ അവർ ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പോലും സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.